ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം വേറൊന്നുമല്ല. ഈ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ആഗസ്റ്റ് 1 എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും അറിയുണ്ടാവും. എൻ്റെ ഫിസ എന്ന് പറഞ്ഞൊരു ആൽബം വർക്ക് ഇറങ്ങിയിട്ട് മാഷാ അല്ലാഹ് 2 വർഷമായിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് കഴിഞ്ഞ കൊല്ലം ഇങ്ങനൊരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ഇയറായി. എന്താ വെച്ചെങ്കിൽ ഞാനിങ്ങനെ ഹാപ്പിനെസ് ബാക്കിയുള്ളവർ കാണുമ്പോൾ എങ്ങനെ അത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം ചെയ്ത് അത്രത്തോളം എനിക്ക് വലിയ ബെനിഫിറ്റ്, എനിക്കെന്താ സത്യം പറഞ്ഞാൽ എനിക്കെന്താ പറയണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എന്നാൽ അത് വരുന്നില്ല. അതാണ് വേറെ കാര്യം. ഏകദേശം 2 ഇയേഴ്സ് ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു കുറച്ച് 6 മന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ആ വർക്ക് റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം ഒരു വാശിപ്പുറത്ത് ഇറങ്ങിയ സംഭവമാണ് ഇതൊക്കെ. പക്ഷേ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഹൈപ്പായി കയറും എന്ന് എനിക്ക് വിചാരിച്ചിട്ടില്ല. വീഡിയോ കാണാത്തവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. കാണാത്തവർക്ക് ഞാൻ ചെയ്തുതരാം, ഓക്കെ. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഞാൻ പറയുമ്പോൾ ജസ്റ്റ് 10 ഡേയ്സ് അല്ലെങ്കിൽ 2 വീക്ക് ആ റേഞ്ചിൽ തന്നെ ഏകദേശം അത് ഒരു 1 lakh വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. 100K വ്യൂസ് കയറി. അപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു. കാരണം ഞാൻ അന്നൊരു എൻ്റെ മുഖം ആർക്കും അറിയില്ല, ആക്ട് ചെയ്യാൻ അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ ഒന്നൊരു വാശിപ്പുറത്തും ഒന്നൊരു ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പണ്ടിങ്ങനെ വിചാരിക്കില്ല, സിനിമ നടന്നാവണം അല്ലെ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അങ്ങനെ വിചാരിക്കില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എന്താക്കി, ഒരു മ്യൂസിക്കൽ വീഡിയോ അല്ലെങ്കിൽ ആൽബം ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് SR മീഡിയ സദ്ദാർക്ക മൂപ്പരൊക്കെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പരാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അവർക്ക്. പിന്നെ ഉദാശാവൂല് എല്ലാം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ക്യാമറമാന് കുറേ ഉണ്ട്. അപ്പോൾ 2 വർഷത്തോളം ആയി എന്ന് ഞാനിപ്പോൾ ഇന്നലെ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ വ്യൂസ് കാണും 375K ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അതൊരു വർക്ക് ഞാനൊരു 10K വ്യൂ വിചാരിച്ചിട്ട് മാത്രമാണ് സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോഴും അത് റണ്ണിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ നമ്മൾ സാധനം ഇറക്കും. പക്ഷേ അതിൽ കമൻറ്റ്സ് തന്നെ ഏകദേശം 400 അടുത്ത് കമൻറ്റ്സ് ഉണ്ട്. കമൻറ്റ്സ് എല്ലാം ഞാൻ ഇരുന്ന് വായിക്കലുണ്ട് ഇതിൻ്റെ. അപ്പോൾ എല്ലാ കമൻറ്റ്സിലും ഒരു 1-2 നെഗറ്റീവ് ഒഴികെ ബാക്കിയൊക്കെ പോസിറ്റീവാണ്. ഇപ്പോൾ എങ്ങനെ പറഞ്ഞാലും പോസിറ്റീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അൽഹംദുലില്ലാ നമ്മളിപ്പോൾ നമുക്ക് അറിയാത്തൊരു പരിപാടിക്ക് ഇറങ്ങിയാലും നമ്മൾ ആഗ്രഹിച്ചൊരു പരിപാടി എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ രീതിയിലെത്തും എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായൊരു കാര്യമാണ്. ഞാനിപ്പോഴും സന്തോഷിക്കുന്ന കാര്യം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഡെസ്പ് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതാകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കും. അങ്ങനെയൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ചില്ലറൊന്നുമല്ല. എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുള്ളൊരു കാര്യമാണ്. കാരണം കമൻറ്റ് ബോക്സിൽ കാണുന്ന ഓരോരോ നല്ല കമൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത എഫേർട്ടിന് എനിക്കിപ്പോൾ വ്യൂ കിട്ടിയില്ലെങ്കിലും നല്ല അഭിപ്രായം കിട്ടിയാൽ മതി എന്നുള്ളൊരു കാറ്റഗറി പെട്ട ആളാണ് ഞാൻ. 4 ആൾക്ക് കാണണം, അല്ലെങ്കിൽ അവരെ കാണുന്ന ടൈം ഉപകാരപ്പെടണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ ചെയ്തതാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ എന്താ പറയുക, സെൽഫ് ലവ് അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നേടി. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് വലിയൊരു ഓളമൊന്നുമില്ല. കാരണം ഞാൻ അത് പ്ലാനഡ് അല്ല, ഞാൻ പ്ലാൻ ചെയ്തിട്ട് സംസാരിക്കില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെ ഞാൻ പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഓവറാവുണ്ടാവും. അതൊക്കെ കണ്ട് പൊരുത്തപ്പെടുക. അപ്പോൾ അത് എന്താ പറയുക, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ വേറെ കാര്യം, അടുത്തൊരു വർക്കും കൂടി ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഇപ്പോൾ കാണാൻ തോന്നുന്നുണ്ട് എന്ന് പാട്ട് എഴുതിയ ആളുണ്ട്, സിദ്ധാർത്ഥ് എന്നൊക്കെ. നമ്മൾ അജ്മൽ ഖാനൊക്കെ അഭിനയിച്ച കാണാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ വേറൊരു സോങ്ങാണ് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടൊരു സോങ് തന്നെയാണ് കാണാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ സോങ്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുള്ള സിദ്ധാർത്ഥ് സംഘം അവരാണ് നമ്മളെ അടുത്ത വർക്കിൻ്റെ ലിറിക്സ് ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടിപൊളിയായിട്ടൊരു വർക്ക് തന്നെ ആവും. ഇപ്പോൾ ഏകദേശം അതിൻ്റെ MP3 വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ റെക്കോർഡിംഗ് ഉണ്ട്, ബാക്കി ഷൂട്ടിങ്ങും കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഇയർ ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് തന്നെ ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പിന്നാലെ ഒരുപാട് എഫേർട്ട് അതിനും എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഫിസ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അടുത്ത വർക്കിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 വർക്ക് ക്യാൻസലായി പോയി. പിന്നെ അറിയാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞ വാക്ക് എല്ലാവരും പാലിച്ചോണമെന്നില്ല.
നമുക്ക് തീർന്ന ഉറപ്പുകളുണ്ടാവും, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാൻ 2 കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, എനിക്ക് നല്ല സന്തോഷമുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരോടും ഒരുപാട് നന്ദി. രണ്ടാമത്തെ കാര്യം, അതിലേറെ അടിപൊളിയായിട്ടൊരു വർക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.